ഈ അബിയൂൻ പഴം അടുത്ത കാലത്താണ് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നത്. ഇത് വിദേശത്തു നിന്ന് കടന്നു വന്നതോടുകൂടി തന്നെ ഒരു ട്രെൻഡ് പഴം എന്നുള്ള രീതിയിൽ കർഷകരത് ഏറ്റെടുക്കുകയും പഴപ്രേമികളതിനെ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ ലുലു മാളിൽ എറണാകുളത്ത് മാത്രമാണ് ഇത് കിട്ടുന്നത് എന്നാണ് അറിയപ്പെടുന്നത്. ബാക്കി കടകളിലേക്ക് വേണ്ടത്ര എത്തിപ്പെട്ടിട്ടില്ല. ഒരു ഇളനീർ കാമ്പിൻ്റെ കാമ്പ് നല്ല ശരിക്കും മൂക്കാത്ത ഇളനീരിൻ്റെ ഒരു പേസ്റ്റ് പോലുള്ള ഒരു സാധനമാണ് ഈ അബിയൂൻ്റെ കായക്കുള്ളിലുള്ളത്. അത് ജ്യൂസ് അടിക്കാനും വളരെ ബെറ്ററായിട്ട് കാണുന്നുണ്ട്. ഇതൊന്ന് തണുപ്പിച്ച് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 5 മിനിറ്റ് വെച്ച് തിന്നുമ്പോൾ ഏറ്റവും രുചികരമായിട്ട് തോന്നുന്നുണ്ട്. നല്ല രുചിയുള്ളൊരു സാധനമാണ് അത്. ഇതിൻ്റെ തൈകൾ ഇന്നിപ്പോൾ ഞങ്ങളടുത്ത് 300 രൂപയിൽ നിന്ന് തുടങ്ങി 1500 രൂപയുള്ള വലിയ മരങ്ങൾ, കായ്ച്ചു നിൽക്കുന്ന മരങ്ങൾ വരെ വിൽപ്പനയിലുണ്ട്. ഒരു കൊല്ലത്തിൽ 2-3 പ്രാവശ്യമായിട്ട് ഇതിൻ്റെ മുകളിൽ കായ ഉണ്ടാവാറുണ്ട്. ഒരു നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് കർഷകർ ഇത് ഏറ്റെടുത്ത് കൃഷിയായിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇത് വിജയകരമായ ഒരു പഴമായിട്ട് തന്നെ അടുത്ത സമയത്ത് നമ്മൾ മാർക്കറ്റിലേക്ക് കടന്നു വരും എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ റംബൂട്ടാനൊക്കെ നമ്മൾ അടുത്ത കാലത്താണ് പരിചയപ്പെട്ടത്. ഇന്നിപ്പോൾ റംബൂട്ടാൻ മാർക്കറ്റിലെ ഏറ്റവും വലിയൊരു ഇനം പഴമായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അബിയൂനെയും കാണാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രം ഒരുവിധം കർഷകന് വേണ്ടതെല്ലാം ഒരു കൊടക്കീഴിൽ എന്ന ആശയത്തിൽ നിന്നാണ് ഞങ്ങൾ ഇത്തരമൊരു സ്ഥാപനത്തിൽ കടന്നു വന്നിട്ടുള്ളത്. ഒരു പരിധി വരെ വിജയകരമായ രീതിയിലേക്ക് അത് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എത്രയോ മുന്നോട്ട് പോകാനുണ്ട്. ഇതാണ് ഞങ്ങളുടെ നമ്പർ. ഇതാണ് 80 78 160 440 94 97 660 440. ഇതാണ് ഞങ്ങളുടെ നമ്പർ. ഈ നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ്. എന്തെങ്കിലും കൃഷി സംബന്ധമായ സംശയങ്ങളുണ്ടെങ്കിൽ അതിനും ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അതിനൊരു മറുപടി കിട്ടും. അബിയൂൻ്റെ തൈയാണ് കേട്ടോ. 300 രൂപയ്ക്കാണ് ഞങ്ങൾ ഈ അബിയൂൻ്റെ തൈകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഓങ്ക്രോണിൻ്റെ അബിയൂ തൈ ഇതാ അവിടെ ഉണ്ട്. ഓങ്ക്രോണിൻ്റെ അബിയൂൻ്റെ തൈയാണ് ഈ കാണുന്നത്. ഇത് 500 രൂപയാണ് റേറ്റ്. ഇത് അബിയൂൻ്റെ മരങ്ങളാണ് കേട്ടോ. ഇതിൽ പൂത്ത മരങ്ങളുണ്ട്, കായുള്ള മരങ്ങൾ ഏകദേശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇതിൽ കായുള്ള മരം ഇപ്പോൾ എവിടെയോ നമ്മൾ കണ്ടിട്ടുണ്ട്. നോക്കാം, താഴത്ത് നോക്കാം. ഇതൊക്കെ 1000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. വലിയ മരങ്ങളാണ്. ഇതാ പുഷ്പമരമാണ് കേട്ടോ. അതൊക്കെ 1000 രൂപയ്ക്ക് കൊണ്ടുപോയി വെച്ചാൽ എന്താണെങ്കിലും അടുത്ത വേനലിൽ കായ ഉണ്ടാവുമെന്ന് ഉറപ്പിച്ച് കൊണ്ടുപോയി വെക്കാൻ കഴിയും. കായില്ലാത്ത എന്തെങ്കിലും സാഹചര്യം വരികയാണെങ്കിൽ ഞങ്ങൾ തൈ ഓങ്ക്രോണിൻ്റെ തൈകളായതുകൊണ്ട് തന്നെ ഞങ്ങളത് അവർക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കായില്ലാത്ത മരങ്ങളില്ല. അപൂർവമായിട്ട് ഒറ്റപ്പെട്ട മരങ്ങൾ കായ്ക്കാതെ പോയിട്ടുള്ള സമയങ്ങളിലൊക്കെ തന്നെ അവർ തൈകൾ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഉറപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. അതൊക്കെ അറിയപ്പെട്ടതാണ്, നല്ല തൈകളാണ്. ഇത് വലിയ ഈ തൈക്ക് ഇവിടെ നിങ്ങോട്ടുള്ളതിന് 1500 രൂപയാണ്. ഇത് കായുള്ള മരം ഇവിടെ കാണാം. നമുക്ക് ഇവിടെ എവിടെയോ കായുള്ള ഇന്നലെ ഒരാളൊരു തൈ കണ്ട് എടുത്ത് വെച്ചിരുതാ കായതാ. ഇതൊക്കെ കായ്ക്കിട്ടോ. അതാ അതിൻ്റെ കായാണ്, അബിയൂൻ്റെ കായാണ്. ഇതൊക്കെ അടുത്ത വർഷം എന്തായാലും കായ്ക്കുന്ന ഉറപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയും. ഇത്തരം മരങ്ങളൊക്കെ ഇതിലുണ്ട്, കായുള്ള മരങ്ങളാണ്. ഇത് അബിയൂൻ്റെ ഒരു മരം ചട്ടിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ചട്ടി ഉണ്ടല്ലേ, ഈ ചട്ടിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇത് കായയിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ഒരു 2-3 പ്രാവശ്യം ഇതിൻ്റെ മുകളിൽ ഞങ്ങൾ വീഡിയോ ചെയ്തത്. 2-3 പ്രാവശ്യമൊന്നുമല്ല, പലപ്പോഴും വീഡിയോയിൽ വന്നതാണ് ഈ മരം. ഇതിൻ്റെ മുകളിൽ ഇതാ കായ. ഇത് പഴുത്ത കായ തന്നെ പലപ്പോഴും ഇതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു. ഇത് കായാണ്, ഒരു കായ മാത്രമൊന്നുമല്ല, ഇതിനുള്ള അവിടെയൊക്കെ കായ ഉണ്ട്. ഇത് കായാണ്. നമ്മളിങ്ങനെ തിരഞ്ഞു നടന്നാലേ കാണുള്ളൂ. ഇതിൻ്റെ കൃഷി രീതി മറ്റു പഴങ്ങളൊക്കെ തന്നെ കൃഷി ചെയ്യുന്ന പോലെ തന്നെ ഒരു വലിയ കുഴി എടുത്ത് കുഴിയെ ഫുള്ളും അങ്ങോട്ട് മണ്ണിട്ട് മൂടി അതിൻ്റെ മുകളിൽ വളം മിക്സ് ചെയ്ത് ചേർത്ത്, അതിൽ ഏറ്റവും നല്ലത് എല്ലുപൊടി വേപ്പും മണ്ണാക്കി ജൈവട്ട അടങ്ങുന്ന ഒരു വളമാണ്. കൂടെ ചാണകപ്പൊടി കൂടി കൂട്ടി ചേർത്ത് അതിൻ്റെ സെൻറ്ററിൽ പിള്ളക്കുഴി എടുത്ത് ആ തൈനെ നട്ട് കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് തന്നെ കായ്ക്കുന്നതായിട്ടാണ് അനുഭവം. ഒറ്റ വർഷം കൊണ്ട്. ഈ മരം 1 വർഷം ആയപ്പോഴത്തേന് കായ വന്നിട്ടുണ്ട്, കായ്ച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒറ്റ വർഷം കൊണ്ട് ഇത് കായ്ച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു മരം ഒരു വീട്ടിൻ്റെ പരിസരത്ത് വെക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. കുട്ടികൾക്കൊക്കെ താല്പര്യമുള്ളൊരു പഴമാണിത്. ആ രീതിയിൽ നമുക്കിതിനെ കാണാൻ കഴിയും. ഒരു 3-4 വർഷമായിട്ട് ഇപ്പോൾ ഞങ്ങൾ കായൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന മരമാണ്. പൊതുവേ ഇത് ഒരു കാട്ടിനുള്ളിൽ കിടക്കുന്ന പോലെ അത് കിടക്കുന്നത്. ഇങ്ങനെയല്ല വേണ്ടത്. ഒരു മീഡിയം ചൂട് കിട്ടുന്നൊരവസ്ഥ. അതായത് കടുത്ത ചൂടിലേക്ക് മരം പോകേണ്ടതില്ല. ഈ മരത്തിന് ഒരു തെങ്ങുതോട്ടം പോലൊരു തോട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഒരു കായ ഉണ്ടാകുന്നത് കാണുന്നത്. ഇതിൻ്റെ കായാണ് ഇപ്പോൾ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് 1-2 വീഡിയോയ്ക്ക് വേണ്ടി ഏകദേശം കായൊക്കെ കഴിഞ്ഞതാണ്. ഇതിൻ്റെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇപ്പോൾ അതിൻ്റെ മുകളിൽ കായ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കായക്കുള്ള പ്രത്യേകത, ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുത്ത് കൃത്യമായി മുറിച്ച് കഴിഞ്ഞാൽ ഒരു ഇളനീർ കാമ്പിൻ്റെ രുചിയുള്ളൊരു
ഒരു ഉള്ളിൽ അതിൻ്റെ കാമ്പതായിരിക്കും. നല്ല രുചികരമാണത്. ഇത് ജ്യൂസ് അടിക്കാൻ ഇന്നലെ ഇപ്പോൾ ഞാനായിട്ട് ബന്ധപ്പെട്ട ഒരു കർഷകൻ പറഞ്ഞത് ഷേക്ക് അടിക്കാനാണ് ഏറ്റവും ഗുണകരം, ജ്യൂസിനേക്കാൾ കൂടുതൽ നല്ല രീതിയിൽ തന്നെ രുചി കിട്ടുന്നുണ്ട് അതിന് എന്നാണ് പറയുന്നത്. ഇത് കൃത്യമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് അത്തരം രീതിയിലേക്ക് കൊണ്ടുപോകുക. അതിനെല്ലാം നന്നായിട്ട് അടിവളം കൊടുത്തുകൊണ്ട് തന്നെ എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, ജൈവപൊട്ടാഷ് അടങ്ങുന്നൊരു വളവും ചാണകപ്പൊടിയും കൊടുത്ത് കൃഷി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത്യാവശ്യം നന കൊടുക്കണം. ഇതിന് നന കൊടുത്താൽ തന്നെ ഇത് വളരുള്ളൂ. ഇതിൻ്റെ പച്ചപ്പ് ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ അതിന് വെള്ളം കിട്ടണേ വേണം കേട്ടോ. ഈ ചെടിക്ക് ഒരു പ്രത്യേകതയുണ്ട്, നല്ല വെയിലത്ത് വന്നാൽ അതിനൊരു മഞ്ഞ കളർ വരാറുണ്ട്. അതുകൊണ്ട് ഇതുപോലുള്ളൊരു അന്തരീക്ഷമുള്ള സ്ഥലമൊക്കെ തന്നെയാണ് നല്ലത്.